വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നുപോയിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ചാഞ്ചാട്ടം പ്രകടവുമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വിപണിക്ക് അവധിയായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ കണ്ടിരുന്നു. കാരണം ആഗോള വിപണികളിലെല്ലാം വലിയ ചാഞ്ചാട്ടത്തിൽ വ്യാപാരം നടന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടായിരുന്നു. എങ്കിലും വാരാന്ത്യം 0.33% നഷ്ടത്തിൽ ആണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രംപ് മുന്നോട്ട് വെച്ച താരിഫ് നിർദ്ദേശങ്ങൾക്ക് ഏതാണ്ട് ഒരു 3 മാസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതാണ് ആഗോള വിപണികളെ ഒന്ന് പ്രോത്സാഹനം നൽകിയത്. അതിൻ്റെ ഒരു പ്രതിഫലം തന്നെയായിരുന്നു നമ്മുടെ വിപണിയിലും ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 22,900 എന്നുള്ള ഒരു നിലവാരത്തിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ നിലവാരമാണ്. ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 23,400 ആയിരിക്കും നിഫ്റ്റിയുടെ അടുത്ത ഒരു പ്രതിരോധ നിലവാരം. ആ നിലവാരവും കൂടി ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ട്രംപിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ സ്വാധീനിച്ചേക്കും. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വരുന്ന ഒരാഴ്ചയെ വിപണിയെ സ്വാധീനിച്ചേക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അതിനനുസൃതമായി വിപണിയിൽ ഇടപാട് നടത്തുന്നതും ഒപ്പം തന്നെ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതുമാണ് ഒരു പരിധിവരെ ആ ഒരു വിൽപ്പനയെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ചാഞ്ചാട്ടങ്ങൾ അടുത്ത ആഴ്ചയിലും പ്രതീക്ഷിക്കണം. ആ രീതിയിലുള്ളൊരു വ്യാപാരമായിരിക്കും വരുന്ന ആഴ്ചയിലും പ്രതീക്ഷിക്കുന്നത്.